കോതമംഗലം കുട്ടമ്പുഴയിൽ അട്ടിക്കളത്ത് 3 സ്ത്രീകൾ വനത്തിനുള്ളിൽ അകപ്പെട്ടു. പശുക്കളെ തിരയാൻ വനത്തിനകത്തേക്ക് പോയ സ്ത്രീകളാണ് വഴിതെറ്റി വനത്തിലകപ്പെട്ടത്. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, രാത്രി വൈകിയും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണോ? ഉൾവനത്തിലേക്കാണോ ഇവർ അകപ്പെട്ടു പോയിരിക്കുന്നത്? ഗോകുൽ, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. നിലവിൽ 4 സംഘങ്ങളായിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അതിൽ വനപാലകരുണ്ട്, അഗ്നിരക്ഷാസേനയുടെ ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്. ആ രീതിയിലാണ് പരിശോധനകൾ തുടരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പാറക്കുട്ടി, മായ, ഡാർലി എന്നീ 3 സ്ത്രീകൾ അവരുടെ പശുവിനെ കാണാതായതിനെ തുടർന്ന് വനത്തിനുള്ളിലേക്ക് കയറിപ്പോയത്. കഴിഞ്ഞ ദിവസം മേയാൻ വിട്ട പശുവാണ്, തിരിച്ചു വന്നില്ല. അതിനെ തേടിയാണ് അവർ കാടിനുള്ളിലേക്ക് പോയത്. പിന്നീട് ഒരു 4 മണിയോടുകൂടി അവർ ഫോൺ വിളിക്കുകയുണ്ടായി, ഇങ്ങനെ വഴിതെറ്റി അവർക്ക് തിരിച്ചു ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അവർ അറിയിക്കുന്നു. അതേ തുടർന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഈ പരിശോധന ആരംഭിച്ചത്. പിന്നീട് ഈ 4 മണിക്ക് ശേഷം അവരെ പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം ഉൾക്കാടായതുകൊണ്ട് തന്നെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ മൊബൈലിൻ്റെ ബാറ്ററി തീർന്നിട്ടുണ്ടാവും. ആ രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ സമയത്തൊക്കെ അവർ പറഞ്ഞത്, ഈ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, ഇവിടെ ആനയെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയാണ്, പേടിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതായി ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ആ രീതിയിലാണ് അവരുടെ സാഹചര്യങ്ങളുള്ളത്. ഇപ്പോൾ നിലവിൽ പരിശോധന നടത്തുകയാണ്. പരിശോധന വിപുലമായി തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. രാത്രിയാണെങ്കിൽ പോലും, ഇരുട്ടാണെങ്കിലും ഈ പരിശോധന അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് DFO അടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തെർമൽ ക്യാമറ ഉപയോഗിച്ച്, അതായത് മനുഷ്യ ജീവ സാന്നിധ്യങ്ങളെല്ലാം കണ്ടെത്താനുള്ള തെർമൽ ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരും ഈ പരിശോധനയ്ക്കൊപ്പം ഉണ്ട്. അവർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവർ പിരിഞ്ഞു പോയിട്ടില്ല, ജനപ്രതിനിധികളുണ്ട്. ആ രീതിയിൽ നമുക്ക് ഈ ആളുകളോട് തന്നെ ചോദിക്കാം, എപ്പോഴായിരുന്നു അവസാനമായിട്ട് അവർ ഒരു ബന്ധപ്പെട്ടത് ഇങ്ങോട്ട് ഫോണിൽ? 5 മണിയായപ്പോഴാണ് അവസാനമായിട്ട് പ്രതികരിച്ചത് അവർ. ആ സമയത്ത് വിളിക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ആനയെ കണ്ട് ഭയന്നിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, തൊണ്ടയിൽ വെള്ളമൊക്കെ പറ്റിപ്പോയി, ഞങ്ങൾക്ക് ആകെ പേടി തോന്നണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. മായ എന്ന് പറഞ്ഞ് ആൾ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആളുടെ കൈ കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരും അതേ രീതിയിൽ തന്നെ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അവർ വളരെ ഭയന്നിട്ടാണുള്ളത്. ഏത് ഭാഗത്താണെന്ന് അവർ പറഞ്ഞു? അവർക്കങ്ങനെ സ്ഥലം കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നെടിയപാറ ഭാഗമാണെന്നൊക്കെ ഊഹിക്കുന്നു മാത്രമാണ്. അവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്ഥലം അവർ ഭയന്നിട്ട് അവർക്ക് വഴി തന്നെ അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവർ ഇപ്പം ഇങ്ങോട്ടാണ്, വീട്ടിലേക്കാണെന്ന് വിചാരിച്ച് അവർ നടന്നിരുന്നത് കാടിനുള്ളിലേക്കായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ സ്ഥലം എന്താണെന്ന് ഒരു പിടിയും അവർക്ക് തന്നെ അറിയില്ല. ഇവരൊക്കെ സാധാരണയായിട്ട് കാടിനുള്ളിലൊക്കെ പോവാറുണ്ടോ? പരിചയമുള്ള ആളുകളാണോ? അല്ലേ, കാട് അവർക്ക് പരിചയമുള്ളതാണ്. കാരണം അവർ മുൻകാലങ്ങളിൽ വെച്ചാൽ ഇവിടെ പശുക്കളെ കൂടുതലായിട്ട് മേയാൻ വിടുകയും പശുക്കൾ വരാതിരിക്കുമ്പോഴൊക്കെ പശുക്കളെ കാട്ടിലേക്ക് പോയി അന്വേഷിച്ച് തേടി പിടിച്ച് കൊണ്ടുവരുന്ന ഒരു പരിചയം അവർക്കുണ്ട്. അപ്പോൾ ഇന്നലെ ആ പശു ഇന്നലെ വരാത്തതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പശുവിനെ അന്വേഷിച്ച് അവർ പോയത്. അപ്പോൾ മായയുടെ പശുവാണ് വരാതിരുന്നത്. സഹായത്തിനായിട്ട് കൂട്ടത്തിൽ 2 പേരെ കൂട്ടിക്കൊണ്ട് അവർ 3 പേർ ഒന്നിച്ചാണ് പോയത്. അങ്ങനെയാണ് അവർ കാട്ടിലേക്ക് പോയത്. അതിനകത്ത് 3 പേർക്കും തന്നെ കാടിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ആളാണ്. പക്ഷേ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്, ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച് മനസ്സിലായത്, 2 കിലോമീറ്ററിന് കൂടുതൽ ഉള്ളിലേക്ക് പോയപ്പോൾ അവരുടെ വഴി അവർക്ക് കൃത്യമായിട്ട് അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ വഴി തെറ്റിയെന്നവർക്ക് മനസ്സിലായ ശേഷമാണ് ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ വഴി തെറ്റി എന്ന് പറഞ്ഞത്. പക്ഷേ ഭർത്താവ് ഫോണിൽ കൂടി അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. റേഞ്ചിൻ്റെ പ്രശ്നം, റേഞ്ച് ഉണ്ടാവില്ലായിരുന്നല്ലോ? അല്ല, റേഞ്ച് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ലാസ്റ്റ് സംസാരിച്ചപ്പോൾ എൻ്റെ ബാറ്ററി സ്വിച്ച് ഓഫ് ആവാൻ വേണ്ടി പോവുകയാണ്, ബാറ്ററി തീരാറായി എന്നുള്ള കാര്യം ഹസ്ബൻഡിനോട് പറയുകയുണ്ടായി. 4:45 ശേഷം പിന്നെ നമ്മൾ ഫോണിൽ വിളിച്ച് കിട്ടിയില്ല. എഗെയിൻ നമ്മൾ ഫോണിൽ ട്രൈ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയത്. പകൽ പോലും വന്യജീവികളുടെ ശല്യമുള്ള സ്ഥലമാണ് അവിടെ. ഇപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിരുന്നല്ലേ ആനയെ കണ്ട്? അവർ അവസാനം ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു പാറയുടെ മുകളിലാണ് ഉള്ളത്, ചെക്ക് ഡാം അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയുണ്ടായി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പാറകളുണ്ട്. മുനിപ്പാറയുണ്ട്, പിരിപ്പാറയുണ്ട്, അതുപോലെ കയ്യന്ത പാറയുണ്ട്. പക്ഷേ ഏത് പാറയെന്ന് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പാറകളെല്ലാം കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ 3-4 ചെക്ക് ഡാമുകളുണ്ട് പല സ്ഥലങ്ങളിലും. ചെക്ക് ഡാമുകൾ അവർ കണ്ടായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഈ ചെക്ക് ഡാമുകൾ കേന്ദ്രീകരിച്ചൊക്കെ അല്ലേ അന്വേഷണം നടക്കുന്നുണ്ട്. വിളിച്ചപ്പോൾ അവർ 3 പേരും ഒന്നിച്ച് തന്നെയാണെന്നാണ് പറഞ്ഞത്. അവർ 3 പേരും ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. പക്ഷേ അവർ വളരെയേറെ പരിഭ്രമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ചുറ്റും അന്നേരം അവസാനമായിട്ട് സംസാരിച്ചപ്പോൾ ആനയുടെ ശല്യം, അതായത് ആനയുടെ ഒച്ചപ്പാടും അതുപോലെ തന്നെ ആനയുടെ പരാക്രമവും അവർ സമീപ സ്ഥലത്ത് ഉണ്ടായതുകൊണ്ട് അവർ പരിഭ്രമിച്ചിട്ടാണ് ഉള്ളത്. നമ്മൾ പരിശോധനയ്ക്ക് പോയപ്പോൾ ഏതെങ്കിലും തരത്തിൽ വന്യജീവിയുടെ ശല്യം ഉള്ളതായിട്ടാണ് ആദ്യം പോയ ആളുകൾ വന്യജീവി, അതായത് ആനയുടെ മുൻപിൽ പെടുകയുണ്ടായി. അതുപോലെ തന്നെ ആനയുടെ
പരാക്രമം കാണുകയുണ്ടായി. പക്ഷേ പിന്നീട് കൂടുതൽ ആളുകൾ പോയപ്പോൾ ഈ ആനകളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു പന്തപ്പുറ സൈഡിലേക്ക്, അതെന്ന് പന്തപ്പുറ സൈഡിലേക്ക് മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അവിടെ ഒരു ഓപ്പണായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ ആ സൈഡിലേക്ക് പട്ടികളുടെ കുറച്ചിലേക്ക് ഉണ്ട് എന്ന് പറയുകയുണ്ട്. അപ്പോൾ നമ്മുടെ ബലമായ സംശയം കൂടുതൽ ലൈറ്റും ആളുകളും ഇവിടെ നിന്ന് കയറി ചെന്നപ്പോൾ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ആന ആ ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ടാവണം. ട്രൈബൽ സെറ്റിൽമെന്റ് ഉള്ള സ്ഥലമാണോ? ഇവിടുന്നൊരു നമ്മുടെയൊക്കെ ഇപ്പോൾ നിൽക്കുന്ന ഈ വഴിയുണ്ടല്ലോ, ഇവിടുന്ന് ഈ വഴി ഇങ്ങനെ ഇത് പണ്ട് ജീപ്പ് പോവുമായിരുന്നു. ഫോറസ്റ്റിൻ്റെ ജീപ്പ് മാമലക്കണ്ടം പന്തപ്പുറ വഴി മാമലക്കണ്ടം പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് 10-15 വർഷമായിട്ട് ഇതുവഴി ജീപ്പ് പോകാൻ സാധിക്കുന്നില്ല. ജീപ്പ് ഇപ്പോൾ ഈ വഴി ബ്ലോക്കായിട്ടാണുള്ളത്. ഇത് ഇവിടുന്ന് 3 കിലോമീറ്റർ നമ്മൾ ഈ ഫോറസ്റ്റ് തന്നെ സ്ട്രേറ്റ് പോയാൽ പന്തപ്പുറ ആദിവാസി കുടിയിൽ എത്തിച്ചേരും. അപ്പോൾ ഈ രീതിയിൽ തന്നെ തെരച്ചിൽ വിപുലമായി തന്നെ നടക്കുകയാണ്. ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളത്. എത്രയും വേഗം തന്നെ അവരെ കണ്ടെത്താൻ സാധിക്കും. കാരണം ഈ പരിശോധനകൾ 4 സംഘങ്ങളായിട്ടാണ് നടക്കുന്നത്. ആ പരിശോധനയിൽ ശുഭപ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അവർ അധികം ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ള ശുഭപ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഒരാൾക്ക് കുറച്ച് കാടിനെ സംബന്ധിച്ച് അറിയാം. പക്ഷേ ഇരുട്ടായതിനാൽ തന്നെ വലിയ പരിഭ്രാന്തിയുണ്ട്. ആനയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതമായി തന്നെ ഇരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ പരിശോധനകളെല്ലാം നടക്കുന്നത്. ഇന്ന് രാത്രി പരിശോധന നിർത്തുന്നില്ല, ആ രീതിയിൽ തന്നെ തുടരുകയാണെന്നാണ് DFO അടക്കം പറയുന്നത്. ശരി എബിൻ, ഏതായാലും എബിൻ ഇവിടെ തുടരുകയാണ്. കുട്ടമ്പുഴ അട്ടിക്കളത്താണ് 3 സ്ത്രീകൾ വനത്തിലേക്ക് മേയാൻ പോയ പശുക്കളെ കാണാതെ വന്നതോടുകൂടി തിരയാൻ പോയത്. ഏതായാലും ആ 3 സ്ത്രീകളും വനത്തിൽ വഴിതെറ്റി അകപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള വിപുലമായ തിരച്ചിലാണ് അവിടെ നടക്കുന്നത്. എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.